നമ്മളിന്ന് വലിയൊരു സമൂസ ഉണ്ടാക്കാൻ പോവാണ്. കുറച്ച് മൈദ എടുക്കുന്നുണ്ട്, 400 ഗ്രാമോളം മൈദ എടുക്കുന്നുണ്ട്. ആവശ്യത്തിന് ഉപ്പിടുന്നുണ്ട്, പിന്നെ ഒരു 2 ടേബിൾ സ്പൂണോളം സൺഫ്ലവർ ഓയിലും ചേർക്കുന്നുണ്ട്. എന്നിട്ട് നല്ല രീതിയിൽ വെള്ളം ഒഴിച്ചിട്ട് അത് മിക്സ് ചെയ്തെടുക്കാൻ പോവാണ്. ഇപ്പോൾ നമ്മുടെ സമൂസൻ്റെ തൊലി ഉണ്ടാക്കാനുള്ള മാവ് ഇവിടെ കുഴച്ചെടുത്തിട്ടുണ്ട്. നമുക്കിത് നല്ല രീതിയിൽ നല്ല കട്ടി കുറച്ച് നല്ല രീതിയിൽ പരത്തിയെടുക്കാം. അപ്പം നമ്മുടെ സമൂസക്കുള്ള തോലിവിടെ സെറ്റായിട്ടുണ്ട്. അതിൻ്റെ മസാല ഓൾറെഡി നമ്മൾ കുറച്ച് മുമ്പ് ഉണ്ടാക്കി വെച്ചതാണ്. ഒന്നുമില്ല, വെജിറ്റബിളാണ്. ഉരുളക്കിഴങ്ങ്, സവോള, ബീൻസ്, ക്യാപ്സിക്കം തുടങ്ങി വെജിറ്റബിൾ മസാലയാണ് ഉണ്ടാക്കിയത്. ഇപ്പോൾ നമ്മൾ അടിയിൽ വെച്ച തൊലിയിൽ മസാല ഇട്ടിട്ടുണ്ട്. ഇനി അതിൻ്റെ മേലേക്ക് നമ്മൾ വേറൊരു തോലും കൂടെ വെച്ച് കൊടുക്കുകയാണ്. ഇനി ഇത് രണ്ടും നല്ല രീതിയിലൊന്ന് ഒട്ടിച്ചെടുക്കുക. നമ്മൾ ഏകദേശം ഒരു സമൂസൻ്റെയോ ഏത് നമുക്ക് ഇഷ്ടമുള്ളൊരു ആകൃതി ആക്കിയെടുക്കുക. അപ്പോൾ ഏകദേശം ഒരു സമൂസൻ്റെ ആകൃതിയിൽ നമ്മളിത് ഒട്ടിച്ചെടുക്കാൻ പോവുകയാണ്. നമ്മൾ മൈദ മാവ് തന്നെ കേട്ടോ തേക്കുന്നത്. മൈദ ജസ്റ്റ് വെള്ളം ചെറിയ രീതിയിൽ വെള്ളം എടുത്ത് ചേർത്തിട്ട് ജസ്റ്റ് ഒരു പശ രൂപത്തിലാക്കി എടുത്തിട്ടാണ് അത് തന്നെയാണ് ഒട്ടിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. അപ്പം നമ്മുടെ എണ്ണയൊക്കെ നല്ല രീതിയിൽ ചൂടായി വന്നിട്ടുണ്ട്. എണ്ണയിലേക്ക് ഇടാൻ പോവാണ്. ഇപ്പം ശ്രദ്ധിക്കുക, എണ്ണയിലേക്ക് ഇടുമ്പം എണ്ണ തെറിക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമ്മൾ അതെന്തിടുമ്പോൾ നമ്മളൊരു സ്പൂൺ വെച്ചിട്ട് അല്ലെങ്കിൽ തവി വെച്ചിട്ട് അതുമേലേക്ക് ഇങ്ങനെ പതുക്കെ വെച്ചിട്ട് താത്തി കൊടുക്കുക. നമ്മുടെ ബിഗ്ഗസ്റ്റ് സമൂസ ഇങ്ങനെ എണ്ണയിൽ നിന്ന് ഞെരിപിരി പൊരിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു ഭാഗം നല്ല രീതിയിൽ വെന്ത് വന്നതിന് ശേഷം നമുക്കൊന്ന് തിരിച്ചിടണം. അതും ഒരു ടാസ്ക്കാണ്. അപ്പോൾ നമ്മുടെ ഒരു ഭാഗം ഏകദേശം സെറ്റായി വന്നിട്ടുണ്ട്. അത് ജസ്റ്റ് നമ്മൾ തിരിച്ചിടാൻ പോവാണ്. പൊട്ടിപ്പോവാതെ യെസ്. അയ്യോ, നമ്മളൊരു ഭാഗം നല്ല രീതിയിൽ വെന്ത് ഗോൾഡൻ ബ്രൗണായി വന്നിട്ടുണ്ട്. അപ്പം നമ്മുടെ സമൂസ 2 ഭാഗം വെന്ത് നല്ല സെറ്റായി വന്നിട്ടുണ്ട്. നമ്മൾ വിചാരിച്ചതിലും എത്രയോ സക്സസ് ആണ്. ചൂടാണ്, പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പം എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.